ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ബിസിനസ് ദ ഹോൾ പ്രോസസ്സ് എനിക്കറിയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും, ബിഗിനേഴ്സിനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ബിസിനസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കൊറോണ ടൈമിൽ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ബുക്ക്ലെറ്റ്സ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ബൊക്കേസ് ചെയ്തു, ഹാമ്പേഴ്സ് ചെയ്തു. ഇപ്പം ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിലാണ്. പിന്നെ എൻ്റെ മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അന്ന് ഇന്നും എല്ലാം ഇൻസ്റ്റഗ്രാമാണ്. ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നതും എൻക്വയറീസ് വരുന്നത് എല്ലാം ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. പിന്നെ നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ മെയിനായിട്ട് നമ്മൾ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുക, പോസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുക, സ്റ്റോറീസ് ഇടുക, റീൽസ് ഇടുക, ഇതന്നെയാണ് മെയിനായിട്ട്. എപ്പോഴും അക്കൗണ്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും സ്റ്റോറീസ്, പോസ്റ്റേഴ്സ്, റീൽസൊക്കെ ഇടുക, എപ്പോഴും എൻഗേജ് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മളെ അക്കൗണ്ട് കൂടുതൽ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സേവ്ഡ് റിപ്ലൈസ് നമുക്ക് ചെയ്തേക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരാൾ മെസ്സേജ് അയക്കാൻ വരികയാണെങ്കിൽ നമുക്ക് ഫേസ്റ്റ്ലി ഇങ്ങനെ കുറച്ച് സേവ്ഡ് റിപ്ലൈസ് നമുക്ക് ചെയ്ത് കൊടുക്കും. വാട്ട് ഗിഫ്റ്റ് ആർ യു ലുക്കിംഗ് ഫോർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് സേവ്ഡ് റിപ്ലൈസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തു വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർക്കൊരു എന്താ ചോദിക്കുക എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും നമ്മൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സേവ്ഡ് റിപ്ലൈസിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ മെസ്സേജ് ആയിട്ട് അവർക്ക് സെൻഡ് ആവും. അപ്പം ഇങ്ങനെ സേവ്ഡ് റിപ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമുക്കിപ്പം ഒരു ഓർഡർ വന്നു. അപ്പം എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ എങ്ങനെ ഇതിന് റേറ്റ് പറയും. ഞാൻ ഇങ്ങനെ ഇത്ര എമൗണ്ടിന് ഞാൻ സാധനം വാങ്ങിച്ചു, ഇത്രയാണ് അതിനായത്, അപ്പം ഞാൻ ഇതിന് എൻ്റെ ചാർജായിട്ട് ഞാൻ എത്ര വാങ്ങിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ റേറ്റ് ആയി പോകുമോ, അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടിലുള്ള പൈസ അതെനിക്ക് പറയാൻ പറ്റുമോ, എങ്ങനെയാണ് ഞാൻ റേറ്റ് പറയേണ്ടത്, അങ്ങനെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് എല്ലാവർക്കും. അത് എല്ലാ ബിഗിനേഴ്സിനും ഉണ്ടാകുന്നതാണ്. അപ്പം അതിപ്പോൾ ഓരോരുത്തരോട് നമ്മൾ റേറ്റ് നമ്മളിങ്ങനെ ഓരോ അക്കൗണ്ടിൽ പോയി ചോദിക്കുന്നതിന് പകരം ഇപ്പം നമ്മൾ വാങ്ങിയപ്പം ഒരു ബാസ്ക്കറ്റ് അതിന് എത്ര രൂപയായി, നമ്മൾ അതിലേക്ക് എടുത്ത ചോക്ലേറ്റ്സ് അതിന് എത്ര രൂപയായി, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ്, നെറ്റ് ആണെങ്കിൽ അത്, ഫ്ലവേഴ്സ് ആണെങ്കിൽ അതെല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് നമ്മളൊരു മേക്കിംഗ് ചാർജ് നമ്മളതിൽ കൊടുക്കുക. അപ്പം നമുക്കറിയാലോ നമ്മൾ എത്ര രൂപക്ക് സാധനം എടുത്തു, നമ്മളെ ആ ഒരു എഫേർട്ട് എത്ര അതിലുണ്ട്, എത്ര ഇടണമെന്ന് നമ്മൾ തന്നെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇടുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ഓരോരുത്തരോട് പോയി അത് ഒരു ഇതല്ലല്ലോ. അപ്പം എല്ലാവരും നിങ്ങൾ തന്നെ ഒരു എമൗണ്ട് ഇടുക. അപ്പം ഫസ്റ്റ് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്കത് എത്ര എമൗണ്ട് നമുക്ക് ഇടാം, എത്ര പറയാം, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ, ഈ ഒരു എമൗണ്ടിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, സോ എനിക്ക് ഈ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് നമ്മളും ചെയ്ത പണിക്കുള്ള കൂലിയാണല്ലോ വാങ്ങിക്കുന്നത്. സോ നമുക്ക് ധൈര്യമായിട്ട് അത് പറയാൻ പറ്റും. റേറ്റ് ചോദിക്കുന്ന പോലെ തന്നെയാണ് മെറ്റീരിയൽസിൻ്റെ കാര്യവും. മെറ്റീരിയൽസും ഓരോരുത്തരും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതിപ്പം ഫസ്റ്റ്ലി ഞാനും എനിക്ക് വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചാണ് എനിക്ക് കോണ്ടാക്ട്സ് കിട്ടിയ. ഇപ്പം ഓരോരുത്തരും അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോണ്ടാക്ട്സും കാര്യങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്ട് അതിലിടേണ്ടി വരും. അല്ലാണ്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ഒരാളെടുത്ത് പോയിട്ട് ഓക്കെ നിങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിച്ച് ചെയ്യുന്നത്, അതിലല്ല. കുറച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ കുറച്ചൊരു എഫേർട്ട് ഇട്ടാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. സോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഇറങ്ങി തിരിച്ച് കണ്ടുപിടിക്കുക എങ്ങനെയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെ കുറഞ്ഞ റേറ്റിൽ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ഇറങ്ങി തിരിച്ച് ഒന്ന് കണ്ടുപിടിക്കുക. പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ ഒരു ഓർഡർ കിട്ടി, അത് നമ്മൾ റേറ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ആണെങ്കിൽ നമ്മൾ ഒരു കോണ്ടാക്ട് നമ്പർ നമ്മൾ വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അവരുമായിട്ട്. ഞാൻ സാധാരണ ചെയ്യൽ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യും, അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പിന്നെ നമ്മൾ വാട്സപ്പ് കൂടെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക.
പിന്നെ ഈ വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പം അഡ്വാൻസ് എന്തായാലും ഞാൻ പറയും നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചു വെക്കണം. എനിക്ക് തന്നെ കുറേ അനുഭവങ്ങളുണ്ട്. അഡ്വാൻസ് വാങ്ങിക്കാതെ ലാസ്റ്റ് ടൈമിൽ ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലാസ്റ്റ് ടൈമിൽ എല്ലാം ചെയ്ത് കൊടുത്ത് അവർ വീട്ടിലെത്തി ശേഷം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ വരും. സോ നമ്മൾ ഫസ്റ്റ് അഡ്വാൻസ് എന്തായാലും വാങ്ങി വെക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം ക്യാൻസലേഷൻ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു ഓർഡർ ക്യാൻസലായി പോകാനുള്ള ചാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കാണല്ലോ നഷ്ടം. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു അഡ്വാൻസ് എമൗണ്ട്, ഇപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു 1000 അല്ലെങ്കിൽ 2000, ആ ഒരു ഇപ്പോൾ 10,000 ഒരു വർക്ക് ആണെങ്കിൽ നമ്മളിപ്പോൾ 1000-2000 ഒക്കെ നമ്മൾ അഡ്വാൻസ് വാങ്ങി വെക്കുക. അങ്ങനെ അതിനനുസരിച്ച് ഇനിയിപ്പോൾ ഒരു 1000 ആണെങ്കിൽ ഒരു 300 400 അങ്ങനെ അങ്ങനത്തെ ഒരു എമൗണ്ട് നമ്മൾ അഡ്വാൻസ് എല്ലാവരും വാങ്ങി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെ എന്തിൽ കൂടെയും ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽസും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്. ഞാനും ഒരുപാട് ലാസ്റ്റ് ടൈമിൽ മറന്നു പോയിട്ട് കിടന്ന് ഇങ്ങനെ അലഞ്ഞ് കളിക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും പറ്റുന്ന പോലെ ഓർഡേഴ്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ലോണം ഒരു പെൻ പേപ്പർ എടുത്ത് നല്ലോണം ഇത് നോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുക. എനിക്ക് ഓർമ്മയുണ്ട് ലാസ്റ്റ് ടൈം ഒരു ഓർഡർ ഉണ്ടായ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൽ ബൊക്കെ ചെയ്യാൻ എൻ്റെ അടുത്ത് മറന്നുപോയി. ലാസ്റ്റ് ടൈം ഞാൻ പിന്നെ ഇവിടെ ബൊക്കെ ഷീറ്റ്സ് ഇല്ല. അങ്ങനെ ലാസ്റ്റ് ടൈം ഭയങ്കര ഹറിബറി ടെൻഷൻ കാര്യങ്ങളെല്ലാം വന്നു. അതിനൊന്നും ആവശ്യമില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാം അവർ പറയുന്നതിനനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, കൺഫേം ആയ ഓർഡർ ആണെങ്കിൽ നമ്മൾ ഇതിൽ പ്രൈമറി, ജനറൽ, റിക്വസ്റ്റ് പറഞ്ഞ് 3 എണ്ണം ഉണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആയ ആൾക്കാരൊക്കെ നമ്മൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇത് പ്രൈമറിയിലേക്കാണ് പോവുക. അപ്പോൾ ഓർഡർ കൺഫേം ആയതൊക്കെ ഞാൻ ജനറലിലേക്ക് മാറ്റിയിടും. അപ്പം ഓർഡേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാണ്ട് പിന്നെ കുറേ മെസ്സേജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു നെയിമൊക്കെ മറന്നു പോയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ചെയ്തിടുന്ന ഒരിതാണ് പ്രൈമറിയിൽ ഉള്ള ഓർഡേഴ്സ് കൺഫേം ആയ ആൾക്കാരൊക്കെ ജനറലിലേക്ക് മാറ്റിയിടും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുക. അത് ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫൈങ് സംഭവമാണ്. ചിലപ്പോൾ ചില സ്ഥലത്ത് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഡെലിവറി ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല റീച്ച് വരാറുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഈ റിവ്യൂസ് നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ നല്ല റീച്ച് വരാറുണ്ട്. അതുപോലെ തന്നെ അവർ കസ്റ്റമർ ഷെയർ ചെയ്ത ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നല്ല റീച്ച് വരാറുണ്ട്. നോർമൽ ഉള്ളതിനെക്കാട്ടി കുറച്ചും കൂടി വ്യൂവേഴ്സ് കൂടുന്ന അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇപ്പം ഫോട്ടോസ്, റീൽസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള റീൽസ്, ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരാൾക്ക് മെയിനായിട്ട് നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറൊക്കെ ആണെങ്കിൽ നല്ലൊരു വീഡിയോ, അതിനും കൂടി വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ഒരു ഹൈപ്പിൽ ഇത് ചെയ്യുന്നത്. സോ നമ്മളിത് നല്ല രീതിക്ക് ഒരു വീഡിയോ എടുത്ത് നല്ലൊരു സൺലൈറ്റോ അല്ലെങ്കിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള റൂമിലൊക്കെ വെച്ച് നല്ലൊരു വീഡിയോ എടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹൈ ക്വാളിറ്റി അപ്ലോഡ് എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് എപ്പോഴും ഓണാക്കി ഇടാൻ നോക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും. പിന്നെ പറയാനുള്ളത്, ഇപ്പം കുറച്ചൊരു റീച്ച് കുറവൊക്കെയാണ് നമ്മൾ പേജെങ്കിൽ നമുക്ക് പ്രമോഷൻസ് ചെയ്യിപ്പിക്കാം. പെയ്ഡ് പ്രമോഷൻസ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ. നമുക്ക് കുറച്ചൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡായിട്ട് ബാക്കിയുള്ള അക്കൗണ്ടിലേക്ക് നമ്മളെ അക്കൗണ്ട് റീച്ച് ആവും. അങ്ങനെ നമുക്ക് പ്രമോഷൻസ് ചെയ്യിപ്പിക്കാം. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കൊളാബറേഷനായിട്ട് ചില സെലിബ്രിറ്റീസിനൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലവരൊക്കെ ഒരു നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് വീഡിയോസും റിവ്യൂസൊക്കെ ചെയ്തു തരും. അപ്പം അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനിത് ബിഗിനേഴ്സായിട്ട് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെ ഇത് തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. സോ എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല.
അപ്പം എനിക്ക് നമ്മളിപ്പോൾ ബാക്കിയുള്ള അക്കൗണ്ടിലുള്ള ഓരോ വർക്കിൻ്റെ ഫോട്ടോസ് എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക, അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നില്ല. നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി ബാക്കിയുള്ള ഒരാളെ വർക്ക് എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ എക്സാക്റ്റ് ആ ഒരു സെയിം ചെയ്ത് തരണമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് അപ് ടു ഒരാളെ വർക്കും അത് ഒരാളെ വർക്കിന് അതുപോലെ തന്നെ സെയിം നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ചിലപ്പം പറ്റുണ്ടാവും. എന്നാലും അത് വേറൊരാളെ വർക്ക് കാണിച്ചു കൊടുത്ത് നമ്മൾ ഓർഡർ എടുക്കുന്നത് അത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. സോ അപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇട്ടും കഴിഞ്ഞ് നമ്മൾ തന്നെ ഒരു ബാസ്ക്കറ്റും അതിൽ കുറച്ച് അല്ലെങ്കിൽ ഒരു ബോക്സ് കുറച്ച് ചോക്ലേറ്റ് ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെറുതെ ഇതുപോലെ ഹാമ്പേഴ്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ബുക്ക്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഓർഡർ ഒന്നും ഇല്ല, പക്ഷെ എനിക്ക് ഫോട്ടോസ് ഇടാൻ വേണ്ടി ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ബുക്ക്ലെറ്റ്സ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെയും മക്കളെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ കസിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വെറുതെ ഒരു ബൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തന്നെ നമ്മളെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയാം. അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓർഡേഴ്സ് കിട്ടും. കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ട് ഓർഡേഴ്സ് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ളത്. ഞാൻ നിങ്ങൾ വന്ന മെസ്സേജസ് അതുപോലെ തന്നെ കമൻറ്റ്സ് എല്ലാം കൂടി എടുത്തിട്ടൊന്ന് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോർ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കുക. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചോദിക്കാനുള്ളത് ഒരു Q&A പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് ചോദിക്കാം. സോ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ഞാൻ അതിനുള്ള ആൻസേഴ്സ് ആയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ഇതുവരെ ചെയ്തിട്ടില്ല. സോ എൻ്റെ പേര് ഫിദ ഫാത്തിമ പർവീൻ എന്നാണ്. ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്, മാരീഡ് ആണ്. ഹസ്ബൻഡിൻ്റെ പേര് ഫാസിൽ എന്നാണ്. പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയും ഹസ്ബൻഡും തന്നെയാണ്. അവരുടെ അടുത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത്രയും എത്തിയതെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ മറന്നു. ഇതിൻ്റെ മെയിൻ എൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററാണ്. സോ ഓളെ പേരാണ് ഹിബ. ഓൾ UAE-ലാണുള്ളത്. അപ്പം അവൾ അവിടെ വർക്ക്സ് ചെയ്യുന്നുണ്ട്. അപ്പം UAE ഓർഡേഴ്സ് ഉള്ളവരൊക്കെ പേജിൽ മെസ്സേജ് അയക്കാം. അപ്പം അതിനുള്ള നമ്മളവിടെ അവളൊരു ബ്രാഞ്ചായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവളാണ് മെയിൻലി ഫേസ്റ്റിൽ എന്നോട് നമുക്ക് ബൊക്കേസ് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെയുള്ള ഐഡിയാസൊക്കെ തന്നതും നമ്മൾ രണ്ടിനും കൂടെയാണ് ഫേസ്റ്റ്ലി ചെയ്തത്. പിന്നെ അവൾ ഫാമിലി ആയിട്ട് UAE-ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പിന്നെ അവൾ അവിടെ ചെയ്തു തുടങ്ങി. അവൾ ചെയ്ത ഒരുപാട് വർക്ക്സ് എൻ്റെ പോസ്റ്റേഴ്സിലുണ്ട്, അതുപോലെ തന്നെ വീഡിയോസിലും ഉണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അവളെ ഹസ്ബൻഡ് ആയാലും എൻ്റെ ഹസ്ബൻഡ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.